സംഭവിച്ച മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോകുന്നു. PSC അംഗത്വ കോഴ വിവാദം ഇന്നും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു. PSC നിയമനത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. PSCയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കരുതെന്നും പ്രതിപക്ഷത്തിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാവും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. PSCയെ ലേലത്തിൽ വെക്കുന്നത് അപമാനകരമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത് CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കോഴിക്കോട് സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടറിൽ നിന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണം വളരെ ഗൗരവത്തോടുകൂടി വരികയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില MLAമാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വയ്ക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമാണോ? ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഇന്നലെയും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു, ഇന്നും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അവിടെയും അദ്ദേഹം ഇത് നിഷേധിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം നമ്മൾ പിന്നീട് കണ്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം പോലും ഇല്ല എന്ന തരത്തിലേക്ക്. അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ എന്താണ് ഇതിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? അനുജ, ഇക്കാര്യത്തിൽ അനുജ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഒരു വശത്ത് പറയുന്നു, അതേസമയം മറുവശത്താകട്ടെ PSCയെ ഒരു തരത്തിലും സംശയം നിലനിർത്താൻ അല്ലെങ്കിൽ പാർട്ടിയെ സംശയം നിലനിർത്തുന്ന ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. ഈ രണ്ടാം ദിവസമാണ് ഇന്ന് PSC കോഴ ആരോപണം നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നലെ ചോദ്യോത്തര വേളയിലായിരുന്നെങ്കിൽ ഇന്നത് സബ്മിഷനായിട്ടായിരുന്നു വിഷയം സഭയിൽ വന്നത്. PSCയെ സംശയനിലാക്കിയെന്നും കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ സബ്മിഷനിലൂടെ ഉന്നയിച്ചത്. എന്നാൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പൂർണ്ണമായും നിഷേധിച്ചു. നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും നടപടികൾ സുതാര്യമാണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഓരോ കാലത്തും അംഗങ്ങളുടെ എണ്ണം ഉയർത്തിയത് UDF സർക്കാരുകളാണെന്ന വിമർശനം പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തി. കൂടാതെ ഒരു പടി കൂടി കടന്നുകൊണ്ട് സബ്മിഷന് പിൻബലം കിട്ടാൻ ഇന്ന് രാവിലെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇമെയിൽ വഴി യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരാതി കിട്ടിയതല്ലാതെ മറ്റ് പരാതികൾ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവാകട്ടെ പരാതി ലഭിച്ചില്ലെങ്കിൽ എന്തിനാണ് ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തതെന്നുള്ള മറുചോദ്യം ഉയർത്തുകയായിരുന്നു. പരാതി ഒത്തുതീർപ്പാക്കാൻ CPIM സർക്കാരും ഇടപെടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ അതിനുശേഷം പറഞ്ഞൊരു കാര്യം. അന്വേഷണം എങ്ങനെ വേണമെങ്കിലും നടത്താം, പക്ഷേ ഈ ഒത്തുതീർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് കോൺഗ്രസ് രീതിയാണെന്നും അത് സർക്കാരിന്റെയും CPM രീതിയല്ലെന്നും മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അനുജ, അതാണ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പറയുന്നു. എന്നാൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്നുകൂടി മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനിടെ ഇത്തരമൊരു വിവാദത്തെപ്പറ്റി ഒന്നും അറിയില്ല എന്നായിരുന്നു CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രതികരണം. എല്ലാം മാധ്യമങ്ങളുടെ കോലാഹലം എന്നാണ് P മോഹനൻ പറഞ്ഞത്. നിങ്ങൾ ഈ കോലാഹലം ഉണ്ടാക്കുന്ന പോലുള്ള സംബന്ധിച്ച ഒരറിവും ഞങ്ങൾക്കില്ല. എന്തോ PSC അംഗത്തെ നിയമിക്കാൻ പോകുന്നു. ആരും മാധ്യമങ്ങളും അതുപോലെ CPMന്റെയും ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു PSC അംഗത്തിന്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഒരറിവില്ല. ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി അതിന്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെ, മന്ത്രി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായ മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെന്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല.